നമസ്കാരം, മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. തമിഴ്നാട് ഇനി യഥാർത്ഥ തമിഴക നാടാകും. തമിഴ്നാട്ടിലേക്ക് പോകണോ എങ്കിൽ തമിഴ് പഠിക്കേണ്ടതുണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും കടകളിലും തമിഴിൽ ബോർഡ് വയ്ക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. മലയാളം പറഞ്ഞും പഠിച്ചും ജീവിക്കുന്ന കേരളീയരുടെ അയൽ സംസ്ഥാനവും അടുപ്പമുള്ള ജനതയുമാണ് തമിഴ്നാട്ടിലുള്ളത്. എങ്കിലും തമിഴ്നാടിനും അവിടുത്തെ ആൾക്കാർക്കും ചില പ്രത്യേക സ്വഭാവ ഗുണങ്ങളുണ്ട്. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സവർണ ഹിന്ദു വിഭാഗം നിലനിൽക്കുമ്പോൾ തമിഴ്നാട് പൂർണ്ണമായും ദ്രാവിഡ ജനതയുടെ നാടായി മാത്രമാണ് നിലനിൽക്കുന്നത്. കേരളത്തെ പോലെ സമ്പൂർണ്ണ വിദ്യാഭ്യാസം ഒന്നും നേടാൻ കഴിഞ്ഞില്ല എങ്കിലും തമിഴകത്തെ ജനങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന നാടിന്റെ ചില താല്പര്യങ്ങളുണ്ട്. അരനൂറ്റാണ്ട് മുമ്പ് കേന്ദ്ര സർക്കാർ ഹിന്ദി ഭാഷയെ ദേശീയ ഭാഷയായി അംഗീകരിക്കുകയും എല്ലാ സംസ്ഥാനങ്ങളിലും രണ്ടാം ഭാഷയായി ഹിന്ദി നിർബന്ധമാക്കുകയും ചെയ്തപ്പോൾ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭവുമായി വലിയ പ്രശ്നം ഉയർത്തിയ ജനങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത്. അവർക്ക് സ്വന്തം നാടായ തമിഴ്നാടും തമിഴ് ഭാഷയുമാണ് ജീവൻ. അതിന് തടസ്സമുണ്ടാക്കാൻ ആരെയും അവർ അനുവദിക്കാറുമില്ല. തമിഴൻ എന്ന വാക്ക് ആദരവോടെയും സ്നേഹത്തോടും കൂടി മാത്രം ഉൾക്കൊള്ളുന്ന ജനതയാണ് തമിഴ്നാട്ടിലുള്ളത്. തമിഴ്നാട് ഭരിച്ചിട്ടുള്ള എല്ലാ സർക്കാരുകളും ഏത് കാര്യത്തെക്കാളും പ്രാധാന്യത്തോടു കൂടി കണ്ടിരുന്നത് തമിഴ് ഭാഷയെയും തമിഴക ശൈലിയെയുമായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഒരു പുതിയ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നു. സംസ്ഥാനത്ത് എല്ലാ റോഡുകളോടും ചേർന്ന് പ്രവർത്തിക്കുന്ന കടകൾക്ക് മുമ്പിലും സ്ഥാപനങ്ങൾക്ക് മുമ്പിലും തമിഴ് ഭാഷയിൽ ബോർഡുകൾ സ്ഥാപിക്കണം. തമിഴ്നാട്ടിൽ ഏത് കാലത്തും രാഷ്ട്രീയമടക്കം നിലനിന്നിട്ടുള്ളത് ദ്രാവിഡ ഭാഷയുടെ തണലിലാണ്. DMK എന്ന നിലവിലെ ഭരണകക്ഷി പാർട്ടിയുടെ പൂർണ്ണമായ പേര് ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നാണ്. പ്രതിപക്ഷ നിരയിലുള്ള AIADMK പാർട്ടിയും ദ്രാവിഡ മുന്നേറ്റ പേര് ചേർന്ന പ്രസ്ഥാനമായ DMKയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് സ്റ്റാലിൻ. ദേശീയ തലത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്കൊപ്പം നീങ്ങുന്ന മുഖ്യമന്ത്രി സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ ചേരുന്ന വ്യാപാരി ക്ഷേമനിധി ബോർഡ് യോഗത്തിനിടയിലാണ് എല്ലാ കടകളുടെയും പേര് തമിഴിൽ രേഖപ്പെടുത്തണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. തമിഴ്നാട്ടിലെത്തുന്ന അന്യദേശക്കാരായ ആർക്കും നമ്മുടെ നാടിന്റെ ഭാഷ തിരിച്ചറിയാൻ കഴിയത്തക്ക വിധത്തിൽ തമിഴിൽ ബോർഡുകൾ എഴുതണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. സ്വന്തം മാതൃഭാഷയുടെ മഹത്വം മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ ഇത് വഴിയൊരുക്കും എന്നതാണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം. വ്യാപാരികളുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ സംസാരിച്ചതെങ്കിലും പൊതുവിഷയത്തിലും അദ്ദേഹം അഭിപ്രായം പറയുകയുണ്ടായി. കേന്ദ്രത്തിലെ പുതിയ നരേന്ദ്രമോദി സർക്കാരിന്റെ ബജറ്റ് തമിഴ്നാടിനോട് കാണിച്ച കടുത്ത അവഗണനയിൽ യോഗത്തിൽ വെച്ച് മുഖ്യമന്ത്രി സ്റ്റാലിൻ പ്രതിഷേധം രേഖപ്പെടുത്തി. സ്വന്തം നാട്ടുകാരിയായ കേന്ദ്ര ധനകാര്യമന്ത്രി നാടിനെ തന്നെ മറന്നുകൊണ്ട് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾക്ക് അടിമയായി മാറിയ കാഴ്ചയാണ് ബജറ്റ് പ്രസംഗത്തിലൂടെ കണ്ടതെന്ന് സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ സർക്കാരിലും ധനകാര്യമന്ത്രി ആയിരുന്ന നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിച്ചു തുടങ്ങിയത് തമിഴ്നാടിന്റെ ആസ്ഥാന കവിതയായ തിരുക്കുറളിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു. ആ ധനകാര്യമന്ത്രിയാണ് ഇപ്പോൾ സ്വന്തം നാടിനെ പൂർണ്ണമായും മറന്നുകൊണ്ടും തള്ളി പറഞ്ഞുകൊണ്ടും ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ തമിഴക ജനത കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി സ്റ്റാലിൻ പറയുകയുണ്ടായി. തമിഴ്നാട് സംസ്ഥാനത്ത് എങ്ങനെയെങ്കിലും പാർട്ടിക്ക് ശക്തി ഉണ്ടാക്കണം എന്ന് കരുതി കാത്തിരിക്കുന്ന BJPക്ക് ഈ ബജറ്റ് വലിയ തിരിച്ചടി സമ്മാനിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ഏതായാലും തമിഴ്നാട് ജനതയും അവിടെ അധികാരത്തിലെത്തുന്ന സർക്കാരുകളും ആ സംസ്ഥാനത്തിന്റെ ചരിത്രവും പാരമ്പര്യവും സംസ്കാരവും ശക്തമായി തന്നെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് തമിഴ്നാടിന്റെ 4 ഭാഗത്തിനുള്ളിലും തമിഴ് ഭാഷയിൽ ബോർഡുകൾ സ്ഥാപിക്കണം എന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. നന്ദി, നമസ്കാരം.